ആരംഭിക്കാം അല്ലേ? ഞങ്ങൾ നവകേരള സദസ്സ് കഴിഞ്ഞ 18-നാണല്ലോ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചത്. ഇന്നേക്കൊരു മാസമാവുകയാണ്, 30 ദിവസമാവുകയാണ്. അപ്പോൾ 12ാമത്തെ ജില്ലയിൽ ഇന്നലെ പ്രവേശിച്ച് കഴിയുകയും ചെയ്തു. കോട്ടയം കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. നേരത്തെ റബ്ബറിനെ പറ്റി അറിയപ്പെട്ടിരുന്നത് തന്നെ വൈറ്റ് ഗോൾഡ് എന്നാണ്. 2011 ആ ഘട്ടത്തിൽ 230-240 രൂപ വരെ റബ്ബറിന് വിലയുണ്ടായിരുന്നു. 2023 ജൂൺ ജൂലൈയിൽ ലഭിച്ചത് 120 രൂപ മാത്രമാണ്. അപ്പോൾ വലിയ വില തകർച്ച നേരിടുന്നു എന്നാണ്. ഇത്തരമൊരവസ്ഥ ഉണ്ടാക്കിയത് ഉദാരവൽക്കരണ നയമാണ്. അതിൻ്റെ ഒരു തിക്തഫലമാണ് കർഷകർ അനുഭവിക്കുന്നത്. റബ്ബറിന് കൃഷിക്കാർക്ക് ന്യായവില ഉറപ്പാക്കിയിരുന്ന വിപണിയിൽ ഇടപെടാൻ സർക്കാരിന് സാധിച്ചിരുന്ന നയമുണ്ടായിരുന്ന ഒരു കാലം. ആ നയം അട്ടിമറിക്കപ്പെട്ടു. അത് അട്ടിമറിച്ചതോടെയാണ് ഈ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. ആസിയാൻ കരാർ മിക്കവാറും ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചുങ്കം പൂർണ്ണമായും ഒഴിവാക്കിയാണ് രാജ്യത്തേക്ക് റബ്ബർ ഇറക്കുമതി. 2005-2006 45,000 ടണ്ണാണ് ഇറക്കുമതി ചെയ്തത്. അത് തുടക്കത്തിലാണ്. ഇപ്പോൾ 5 ലക്ഷത്തിലധികം ടണ്ണാണ്. 45,000 ടൺ ഇറക്കുമതിയുടെ സ്ഥാനത്ത് 5 ലക്ഷത്തിലധികം ടൺ ഇറക്കുമതിയുടെ നിലയുണ്ടായിരുന്നു. അതായത് ഏകദേശം 12 ഇരട്ടി ഇറക്കുമതി നടക്കുന്നു. 2021-22 റബ്ബർ ഉപഭോഗം 12 ലക്ഷം ടണ്ണായി വർദ്ധിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉത്പാദനം കുറയാതെ 5,60,000 ടണ്ണായി കുറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഒരു റബ്ബർ കർഷകന് ഹെക്ടർ ഒന്നിന് 25,000 രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത്. തായ്ലൻഡിൽ ഹെക്ടർ ഒന്നിന് 2,80,000 രൂപയാണ്. മലേഷ്യയിൽ 1,57,800 രൂപയാണ്. ശ്രീലങ്കയിൽ 64,700 രൂപയാണ്. ഇതിലോരോ രാജ്യം നൽകുന്ന സബ്സിഡിയുടെ നിരക്ക്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൻ്റെ അനുഭവം കേന്ദ്ര സർക്കാർ ഈ തുക നൽകുന്നില്ല എന്നതാണ്.
ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചാൽ സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിക്കാനാവും. പക്ഷേ ആഗോള കരാറുകളുടെ ഭാഗമായതിനാൽ അത് സാധ്യമല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. വ്യാവസായിക അസംസ്കൃത വസ്തുവായി പരിഗണിക്കുന്നത് മാറ്റി റബ്ബറിനെ കാർഷികോൽപ്പന്നമായി കണക്കാക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. സ്വാഭാവിക പരുത്തിക്ക് ആണ്ടുതോറും ന്യായവില ഉയർത്തിക്കൊടുക്കാൻ തടസ്സമില്ല. പക്ഷേ റബ്ബറിന്റെ ഇറക്കുമതി മാത്രം നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതിനു പിന്നിലുള്ള പ്രധാന കാരണം രാജ്യത്തെ ടയർ നിർമ്മാണ കുത്തകകൾക്കായി റബ്ബറിന്റെ വില ഇടിച്ചു നിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ്. റബ്ബർ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിലാവുമ്പോൾ ടയർ കമ്പനികൾ ഉള്ള ലാഭമാണ് കൊയ്യുന്നത്. ഉദാഹരണത്തിന് സംസ്ഥാനത്തെ പ്രമുഖ ഗ്രൂപ്പിന്റെ ടയർ കമ്പനിക്ക് 2013 സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന സമാഹൃത മൂല്യം 3645 കോടി രൂപയായി. ഇത് 2013 സെപ്റ്റംബറിലാണ്. എന്നാൽ 2023 മാർച്ച് ആയപ്പോൾ 14,509 കോടി രൂപയായി അത് ഉയർന്നു. 3645 നിന്ന് 14,500 കോടിയിലേക്കുള്ള വളർച്ച. ഇപ്പോൾ 10 വർഷം കൊണ്ട് സമാഹൃത മൂല്യം 4 ഇരട്ടിയാണ് ഉയർന്നത്. മറ്റൊരു പ്രധാന ടയർ കമ്പനിയുടെ വളർച്ച 5 ഇരട്ടിയാണ്. അപ്പോൾ 4ഉം 5ഉം ഇരട്ടി കമ്പനികളുടെ സമാഹൃത മൂല്യം ഉയരുന്നു. റബ്ബർ കർഷകര് ദുരിതങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ അതിനെ കൂടുതൽ ആഴത്തിലേക്ക് തള്ളിവിടുന്ന വെട്ടിപ്പാണ് ടയർ കമ്പനികൾ നടത്തുന്നത്. ഇത് അനധികൃതമായി ഏതെങ്കിലും വെളിപ്പെടുത്തൽ വന്നല്ല. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ കാര്യം പ്രമുഖ ടയർ കമ്പനികളും അവരുടെ കോർപ്പറേറ്റ് ലോബിംഗ് കമ്പനിയായ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷനും കോമ്പറ്റീഷൻ നിയമം ലംഘിച്ചുകൊണ്ട് കാർട്ടൽ രൂപീകരിക്കുകയും വിവരങ്ങൾ പങ്കിടുകയും ടയർ വിലകൾ നിശ്ചയിക്കുകയും ചെയ്തുവെന്നാണ് ഈ CCI കണ്ടെത്തിയത്. CCI എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടെത്തി. അപ്പോൾ ടയറുകൾ നിർമ്മിക്കുന്നതിനുള്ള മുഖ്യ അസംസ്കൃത വസ്തു സ്വാഭാവിക റബ്ബറാണ്. ഈ സ്വാഭാവിക റബ്ബറിന്റെ അടക്കം എല്ലാ അസംസ്കൃത വസ്തുക്കളുടെയും ആകെ വില നിജപ്പെടും. ടയറിന്റെ വില നല്ല ഉയർന്ന നിലയിൽ തന്നെയാണ്. അതിന് ടയർ കമ്പനികൾ ഒത്തുകളിച്ചു എന്നാണ്. അപ്പോൾ ടയർ വില നിലനിർത്തുന്നതിനായി, ഈ ഉയർത്തിയ ടയർ വില നിലനിർത്തുന്നതിനായി ടയർ കമ്പനികൾ ഒത്തുകളിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി സംഭവിച്ചത് ഉപഭോക്താക്കളെ കൂടി വഞ്ചിക്കലാണ്. ഉപഭോക്താക്കളെ കൂടി വഞ്ചിച്ച ഈ കമ്പനികൾക്ക് അതിഭീമമായ പിഴയാണ് CCI ചുമത്തിയത്. CCI ചുമത്തിയ പിഴ 1788 കോടി രൂപയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത്
ആ പിഴ ഈടാക്കി അത് ന്യായമായും കർഷകർക്ക് നടത്തപ്പെട്ടതാണ്. അത് കർഷകർക്ക് നൽകാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷെ അതിന് സഹായകമായൊരു നടപടിയും കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ കേരളത്തിന്റെ റബ്ബർ മേഖലയെ തീർത്തും അവഗണിക്കുന്ന നിലയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. എന്നാൽ ഇതേ കേന്ദ്ര ഗവൺമെന്റ് ആസാം അടക്കമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിന് ടയർ കമ്പനികളുടെ സഹായത്തോടെ ഇൻറോഡ് എന്ന റബ്ബർ കൃഷി വികസന പദ്ധതി നടപ്പാക്കുകയാണ്. ഇതിനു പുറമെ 1947 റബ്ബർ ആക്ട് റദ്ദ് ചെയ്തുകൊണ്ട് റബ്ബർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബിൽ എന്ന പേരിൽ അങ്ങേയറ്റം കർഷക വിരുദ്ധമായ ഒരു ബിൽ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടക്കത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇത് നിയമമായ റബ്ബർ ബോർഡിന്റെ ശുപാർശ പരിഗണിക്കാതെ തോന്നും വിധം റബ്ബറിന്റെ വില നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. റബ്ബർ കൃഷിക്കും സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡുകൾക്കും ബിറ്റുമിനും പ്ലാസ്റ്റിക് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾക്കും വില ക്രമാതീതമായി വർദ്ധിച്ചതും ഉൽപാദന ചെലവ് വൻതോതിൽ ഉയരുവാനിടയായി. ഒരു ഹെക്ടറിന് 25,000 രൂപ വരെ ആവർത്തന കൃഷിക്കായി നൽകിയിരുന്നത് വർഷങ്ങളായി നിർത്തിവെച്ചിരിക്കുകയാണ്. കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് റബ്ബർ ബോർഡ് ഫണ്ട് മാറ്റിവെക്കുന്നില്ല. ഒരു പ്രത്യേക വിവേചനം അതിൽ കേരളത്തിൽ റബ്ബർ കൃഷിക്കാർ നേരിടുകയാണ്. റബ്ബറിന് വിലസ്ഥിരതാ ഫണ്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിലസ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്തിയ കേരള സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കാൻ റബ്ബർ ബോർഡ് സഹകരിക്കുന്നില്ല. റബ്ബർ കൃഷിയിൽ നിന്ന് കർഷകരെ പുറന്തള്ളാനുള്ള ലക്ഷ്യമാണ് കേന്ദ്ര നീക്കത്തിന് പിന്നിൽ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ എംപിമാർ ഈ വർഷം ആദ്യം നൽകിയ നിവേദനത്തിന് അനുകൂലമായ മറുപടിയല്ല ലഭിച്ചത്. നിഷേധാത്മകമായ മറുപടിയാണ് ലഭിച്ചത്. നിശ്ചിത റബ്ബറിന്റെയും സ്വാഭാവിക റബ്ബറിന്റെയും ഇറക്കുമതി തീരുവ ഒരുപോലെ ഉയർത്തുവാൻ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുക എന്ന ദീർഘകാല ആവശ്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ഇപ്പോൾ പരിമിതികൾ ഏറെയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ബദൽ മാർഗങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. UDF ഭരണകാലത്ത് കിലോയ്ക്ക് 150 രൂപയായിരുന്ന ന്യായവില LDF ഭരണകാലത്ത് 170 രൂപയായി ഉയർത്തുകയുണ്ടായി. 250 രൂപയായി ഇത് ഉയർത്തണം
തന്നെ ആവശ്യമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് പുതുതായി കൃഷി ഇറക്കുന്നതിനും ആവർത്തന കൃഷി ഹെക്ടറിന് 25,000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നു. അതുകൂടാതെ റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് ചെയ്യുന്നതിന് ഹെക്ടറിന് 5,000 രൂപ, മരുന്ന് അടിക്കുന്നതിന് ഹെക്ടറിന് 7,500 രൂപ, ഈ രീതിയിൽ ധനസഹായം നൽകുന്നു. റബ്ബർ സബ്സിഡിക്കുള്ള തുക 600 കോടി രൂപയായി ഉയർത്തുകയും ചെയ്തു. റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം നടപ്പാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവിലി റബ്ബർ ബോർഡ് ദിവസേന നിശ്ചയിക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം സബ്സിഡിയായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കുന്നത്. ഒരു ഹെക്ടറിൽ പ്രതിവർഷം 1,800 കിലോഗ്രാം റബ്ബറിനാണ് ആനുകൂല്യം നൽകുക. 5 ഹെക്ടറിൽ താഴെ കൃഷിയുള്ള കർഷകർക്ക് പരമാവധി 2 ഹെക്ടറിന് ഈ സബ്സിഡി ലഭ്യമാകും. ഈ പദ്ധതിക്കായി നടപ്പ് സാമ്പത്തിക വർഷം 500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 600 കോടി രൂപ നീക്കിവെക്കുക. 2022-23 40 കോടി, 23-24 180 കോടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് റബ്ബർ ഉൽപാദന സംഘങ്ങളുടെ നവീകരണത്തിന്റെ ഭാഗമായി സംസ്കരണശാലയുടെ പ്രവർത്തനങ്ങൾക്കായി പരമാവധി 6 ലക്ഷം രൂപ വരെ ലഭ്യമാക്കുന്നു. റബ്ബർ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിദ്യാഭ്യാസ സഹായം, വൈദ്യസഹായം, ഭവന നിർമ്മാണ സഹായം, വനിതകൾക്കുള്ള പ്രത്യേക ധനസഹായം, പെൻഷൻ പദ്ധതി ഇവയെല്ലാം നടപ്പാക്കി കഴിഞ്ഞു. റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ കേരള റബ്ബർ ലിമിറ്റഡ് നിർമ്മാണം ആരംഭിച്ചത്. കോട്ടയത്ത് ഒഴിവിലാണ് ആ ഫാക്ടറിയുടെ നിർമ്മാണം നടന്നത്. 1,050 കോടി രൂപയാണ് ആകെ ചെലവ് ഈ പദ്ധതി പ്രതീക്ഷിക്കുന്നത്. ഇത് ലാറ്റക്സ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഹബ്ബാക്കി, ആ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം സിയാൽ മാതൃകയിൽ റബ്ബർ സംഭരണവും ലക്ഷ്യമിടുകയാണ്. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുന്നത് മാത്രമല്ല, റബ്ബർ കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. റബ്ബർ മേഖലയുടെ കരുത്ത് വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നിലനിൽക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തൽ ആവശ്യമാണ്.
അത് തിരുത്തുന്നതിനുള്ള വലിയ സമ്മർദ്ദം ഉയർന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കേരളമാകെ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് വേണ്ടത്. നമുക്ക് കേരളത്തിന് ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇതാണ് റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ അഭ്യാസത്തിന്റെ ഭാഗമായി ലഭിച്ച നിവേദനങ്ങൾ ആയംകുളം 4800, മാവേലിക്കര 4117, ചെങ്ങന്നൂർ 4916. നമ്മുടെ ജില്ലയിലെ ആകെ എണ്ണം 53,044. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ തിരുവല്ല പരിപാടി ഉണ്ടായി. 4840 നിവേദനങ്ങളാണ് അവിടെ ലഭിച്ചത്. ഇതാണ് ഇന്ന് പത്ത് വെക്കാനാണ് നിവേദനം. കർഷകരെ കബളിപ്പിക്കുന്നതിൽ പ്രമുഖമായ പങ്ക് ആ കമ്പനിയും പ്രമുഖമായി ഈ റബ്ബർ കർഷകരെ വഞ്ചിക്കുന്ന നിലപാട് തന്നെ എടുക്കുമെന്നാണ് CCI കണ്ടെത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശിക്ഷയ്ക്ക് അവരും ഇരയായിരിക്കും. പ്രമുഖ കമ്പനികളെല്ലാം അതിന് ഇരയായിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ വേണ്ടത്ര ഉന്നയിക്കപ്പെടുന്നില്ല എന്നത് കൂടി കാണേണ്ടതായിരിക്കും. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ്. അദ്ദേഹം കേരളത്തിലെ ഗവർണറാണ് എന്ന കാര്യം തന്നെ മറന്നുപോകും. അതിപ്പോ അദ്ദേഹത്തിന്റെ നടപടികൾ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ല. അതാണല്ലോ ജസ്റ്റിസ് നരിമാന്റെ പ്രതികരണം കാണിക്കുന്നത്. എത്ര അനവധാനതയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കി വരുന്നത്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നടപടി സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒന്നാണ്. യൂണിവേഴ്സിറ്റികളിൽ സെനറ്റിലെ ആളുകളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് ചാൻസലർ തലക്ക് സ്വീകരിക്കേണ്ട നിലപാട് യൂണിവേഴ്സിറ്റിയുടെ പാനൽ വാങ്ങി അതിൽ നിന്ന് ആളെ നിയമിക്കുക. യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എവിടുന്നാണ് ചാൻസലർ നൽകുന്നത്? എന്റെ വിവേചനാധികാരമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റി പാനലിലാണ്. യൂണിവേഴ്സിറ്റി പാനലിന്റെ പേരുകളിലുണ്ട് വിവേചനാധികാരം ഉപയോഗിച്ച് എടുത്തിട്ട് മനസ്സിലാക്കാം. എവിടുന്നാണ് യൂണിവേഴ്സിറ്റി അല്ലാതെ അദ്ദേഹത്തിന് പേരുകൾ നൽകുന്ന കേന്ദ്രമുണ്ടായി സ്വയമേവ വ്യക്തിപരമായി അദ്ദേഹത്തിന് ആളെ കണ്ടെത്താൻ കഴിയും. ഏതോ ഒരു കേന്ദ്രത്തിന്റെ
ഈ നടത്തിയെടുത്തു. ആ വാർത്ത സ്ഥിരീകരിക്കുന്ന വിധമാണല്ലോ ഈ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച പേരുകൾ സാധാരണയായിട്ടുള്ള വ്യത്യസ്ത യോഗ്യതകളുള്ള പേരുകളായിരുന്നു. മറ്റ് യോഗ്യതകളെല്ലാം തന്നെ RSS എന്ന യോഗ്യത മാത്രം അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം നിയമനം നടത്തി. യാതൊരു പ്രശ്നം RSSന്റെ നിർദ്ദേശമനുസരിച്ച് പേരുകൾ കൊടുത്തുകൊണ്ട് ആക്ഷേപം വരുമ്പോഴാണല്ലോ ഈ നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ അതിൻ്റെ ഏറ്റവും വലിയ യോഗ്യത RSSകാരാണ് എന്ന നില വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ശക്തമായി പ്രതികരിക്കുന്ന ആ കാര്യത്തിലാണ്. വിദ്യാർത്ഥികൾ നല്ല നിലയിൽ യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി പ്രത്യേക യോഗ്യതയൊന്നുമില്ലാത്ത RSS ആണ് എന്ന യോഗ്യത മാത്രം അടിസ്ഥാനപ്പെടുത്തി നിയമിച്ചു എന്നതാണല്ലോ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച് റെഡിയാക്കിയത്. ഈ പ്രതിഷേധിക്കുന്നതിൻ്റെ നേരെ എങ്ങനെയാണ് ഇത്ര പരുഷമായ വാക്കുകൾ ഒരു ഗവൺമെന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? അദ്ദേഹം നേരത്തെ ഒരു രാഷ്ട്രീയക്കാരനാവുകയും അതിൻ്റെതായ സ്ഥാനങ്ങൾ ഇരിക്കുകയും ചെയ്താണല്ലോ. അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് മാറിയിരുന്നിട്ടുണ്ട്, മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി റെഡി ക്രിമിനൽസ് ഗൂഡാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയും? അങ്ങനെ ആ രീതിയിലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകനായിരുന്നയാള് പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത്? എത്ര വിവേകമില്ലാത്ത നടപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്ന് സാധാരണഗതിയിൽ ആലോചിക്കുന്നു. ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത്? തീർത്തും തെറ്റായ രീതിയിൽ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ. അത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. അത് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച എല്ലാ നടപടികളും നിങ്ങൾ നോക്കും. ആ വസ്തുത ശരിവെക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളിലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം എങ്ങനെ സൃഷ്ടിക്കാനാകും എന്നല്ലേ നോക്കിയിട്ടുണ്ട്. ഇവിടെ കരിക്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ മുതലാണ് ആരെങ്കിലും? ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾക്കെതിരെ കരിക്കൊടി കാണിക്കുമ്പോൾ ആ കരിക്കൊടി കാണിക്കുന്ന ആൾക്ക് നേരെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് ശാരീരികമായി നേരിടാനെന്ന മട്ടിൽ പോകാറുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വലിയ വീമ്പ് പറയുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ അദ്ദേഹം ചെയ്യായിരുന്നു? അവർ ഓടിപ്പോയിരിക്കുന്നത് എന്താണ് ചെയ്യായിരുന്നത്? എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്? തീർത്തും വിവേകരഹിതമായ ഇടപെടലല്ലേ ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള സമാധാനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാനുള്ള
ബോധപൂർവമായ ഇടപെടലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ നേരെ ഒരുപാട് കരിക്കുടി വരികയും ഈ ബസ്സിന്റെ മുന്നിൽ ചാടി വീണിയാളെ തള്ളി മാറ്റിയതൊക്കെ വിവാദങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. ആ കരിക്കുടിയുമായിട്ട് വരുന്നതിന് മറ്റുള്ളവരുടെ നേരെ കൈവീശും പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീശുകയാണ്. അവരെ ആരെങ്കിലും തുണി പറഞ്ഞു, അവരാരെങ്കിലും ഗൂണ്ടാസാണെന്ന് പറഞ്ഞു, അവരെ ആരെങ്കിലും പണ്ട് പറയാൻ ഞങ്ങൾ ആരെങ്കിലും തയ്യാറായി. സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പുരുഷത്തിന്റെ അവകാശം കൊണ്ടുതന്നെ അന്നേരം ഞങ്ങൾ പറഞ്ഞത് അത് അക്രമ രൂപത്തിലേക്ക് മാറുന്നത് മാത്രമല്ലേ പറഞ്ഞത്. അക്രമ രൂപത്തിലേക്ക് മാറുമ്പോൾ ഞാൻ ഇറങ്ങിയ റോഡൊന്നോ ഞങ്ങൾ ഇറങ്ങിയ റോഡൊന്നും അല്ലല്ലോ, ഞാനോ ഞങ്ങളോ പറഞ്ഞത്. ഞങ്ങൾ പോലീസ് ഇടപെടും സ്വാഭാവികമാണ്, പിന്നെ അതിന് വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇതിന്റെ സാധാരണ ജനാധിപത്യ രീതി അതിനെല്ലാം വ്യത്യസ്തമായ രീതിയിൽ പോകുന്നത് ഇവിടെ ബോധപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റും പരിശോധിക്കേണ്ട കാര്യമാണ്. എല്ലാ സാധാരണ രീതികളും ലംഘിച്ചുകൊണ്ടുള്ള, സാധാരണ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഗവർണർ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണോ എന്നത് കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ സമയം കഴിഞ്ഞു